പ്രിയപ്പെട്ട നമസ്കാരം. നമ്മുടെ ലൈഫ് സ്റ്റോറി, അതായത് മൈ ലൈഫ് മൈ മൂവി, എൻ്റെ സിനിമയും എൻ്റെ ജീവിതവും. ഏകദേശം 29ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കോളനിയുടെ ഒരു അവസാന എപ്പിസോഡായിട്ട് നമുക്ക് കൂട്ടാം. കാരണം ഈ ഒരു എപ്പിസോഡിൽ എനിക്കും കാണുന്ന നിങ്ങളിൽ പല ആൾക്കാർക്കും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മോട്ടിവേഷനായിട്ടും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഈ കോളനി മൂവി അപ്ലോഡ് ചെയ്തിട്ട് പല ആൾക്കാരും ഒന്ന് എടുത്ത് നോക്കിയിട്ട് എടുത്ത് കളയുന്ന ആൾക്കാരുണ്ട്. ഒന്നേ കൊള്ളത്തില്ല അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഒരുവിധം കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 3 തരത്തിൽ നമുക്ക് എടുക്കാം. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറിനകത്തുള്ള ഒരു മൂവിയാണ് കോളനി. പക്ഷെ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 10-25 ലക്ഷം രൂപ ചിലവും 500 ആൾക്കാരിലധികമായി അതിനകത്ത് വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ, ടെക്നീഷ്യന്മാർ, അതേപോലെ തന്നെ 20 ദിവസം കൊണ്ട് തീരേണ്ട മൂവി ഏകദേശം 2 വർഷത്തോളം ഷെഡ്യൂൾ കട്ട് ചെയ്ത് എടുത്ത ഒരു ചിത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോളനി മൂവി എന്നത് എൻ്റെ ലൈഫ് കൊടുത്തിട്ട് ചെയ്തൊരു സംഭവമാണ്. കാരണം എൻ്റെ ജീവനിലൊരു അംശം അതിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൈസ നമുക്ക് നാളെ ആരോഗ്യമുണ്ടെങ്കിൽ ഉണ്ടാക്കാം. നാളെ ഒരു സമയത്ത് ചിലപ്പോൾ പൈസ നമുക്ക് കിട്ടാം, പ്രശസ്തി കിട്ടാം. എങ്കിലും നമുക്ക് നമ്മുടെ ശാരീരികമായ ആ ഒരു ജീവന്റെ പകുതി അതൊരിക്കലും തിരിച്ചു തരാൻ പറ്റില്ല. അല്ലെങ്കിൽ എത്ര കോടി രൂപ കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അത് റിക്കവർ ആവാൻ വലിയ പാടാണ്. അപ്പം അത്തരത്തിൽ കോളനി മൂവിക്ക് വേണ്ടി എൻ്റെ ഒരു ലൈഫ് ഞാൻ കൊടുത്തു. അപ്പോൾ അതെന്താണെന്നാണ് നമുക്കിവിടെ നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ എൻ്റെ എപ്പിസോഡുകൾ അത്യാവശ്യം കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം എൻ്റെ ജീവിതം എന്താണ്, അതായത് എൻ്റെ ലൈഫ് എന്താണ്, ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അത്യാവശ്യം വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫ് പരമായും എൻ്റെ ജോബ് പരമായും എൻ്റെ പാഷൻ പരമായും സത്യം പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളും കൂടെ എനിക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഒരു അസ്വസ്ഥതയും ഒരു രോഗാവസ്ഥയിലേക്ക് ഞാൻ പോയി എന്നുള്ളതാണ്. അപ്പം അത് കോളനി മൂവി ഒരു പകുതി ഭാഗം വഹിച്ചിട്ടുണ്ട്. കാരണം ഈ കോളനി മൂവി ഹൈ ഡിപ്രഷനാണ്. ഹൈ ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം, ഷൂട്ട് നിൽക്കുന്നു, കടബാധ്യതകൾ, അതേപോലെ തന്നെ എൻ്റെ വീട് വെച്ചപ്പോഴും ഒരുപാട് സ്ട്രഗിളായിരുന്നു. പൈസ ഇല്ലാതെ ഒരുപാട് ആൾക്കാർ, കാര്യം 35 വയസ്സ് വരെയും എനിക്ക് ഒരു ബാധ്യതയില്ല, ആരടിക്ക് 5 പൈസ കൊടുക്കാനില്ല. പക്ഷേ വീട് വെച്ചിടം മുതൽ കട്ടള, ജനൽ, സിമെൻറ്റ്, കമ്പി, അതേപോലെ എല്ലാവർക്കും കുറച്ച് പൈസകൾ കൊടുക്കാനുള്ളപ്പോൾ കോവിഡും കൂടെ ആയതിൻ്റെ പേരിൽ 4 സൈഡിലും വളഞ്ഞ് മോശം പറഞ്ഞവരും ചീത്ത പറഞ്ഞവരും അപഹസിച്ചവരും നാട്ടിൽ പാട്ടാക്കി മോശം പ്രവണതയൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അന്നോളം ഒരു മനുഷ്യനും ഇടപാടുകളൊന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തി ഒരു വീട് വെച്ചപ്പോൾ കുറച്ച് ബാധ്യതയായി പോയി. ഒരു വലിയ വീടൊന്നും അല്ല, ഒരു പഞ്ചായത്തിന്റെ വീടായിരുന്നു. പക്ഷെ വയലായതിന്റെ പേരിൽ വലിയൊരു പൈസ, വെറും 400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്, പഞ്ചായത്ത് വീടാണെങ്കിൽ തന്നെയും 12 ലക്ഷം രൂപയാണ്. അത്യാവശ്യം ഞാനത് ശാരീരികമായിട്ട് ഞാൻ പണി ചെയ്തിട്ട് പോലും. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്കൊരു ഗൃഹപ്രവേശനം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ കൊല്ലം ജില്ലയിലൊക്കെ ഗൃഹപ്രവേശനം പെരവാസൂലി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് എന്നുള്ളത് കമന്റ് ഇടുക. അപ്പോൾ ഇവിടെ ഉള്ള ഒരു സമ്പ്രദായമാണ്. കാര്യം സിനിമ പോലെ തന്നെ, നമ്മളിപ്പോൾ ചെയ്ത സിനിമ പോലെ തന്നെ വലിയൊരു സംഗതിയാണ് ഈ സിനിമ, അല്ലെങ്കിൽ വീട്, ഒരു കല്യാണം. അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാവുന്നു, ഒരു ഫംഗ്ഷൻ വെക്കുന്നു, അവർക്ക് ഒരു കാപ്പി കൊടുക്കുന്നു. അപ്പോൾ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നു. പിന്നെ അവരുടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് തിരിച്ചു കൊടുക്കുന്നു. എന്തെങ്കിലും കൂടെ ചിലപ്പോൾ 100 രൂപ തന്നാൽ 200 രൂപ കൊടുക്കുന്നവരുണ്ട്, ചിലപ്പോൾ 5000 കൊടുക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്രോതസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിലും എൻ്റെ ജീവിതം, അതായത് ദാമ്പത്യ ജീവിതത്തിലും ഡിവോഴ്സിൻ്റെ കേസ് കെട്ടുകൾ, വീടിൻ്റെ കടങ്ങൾ, ജോലിയുടെ ഷോർട്ടേജ്, അതായത് ജോലിയുടെ കോവിഡ് വന്നപ്പോൾ തകർന്നതും പ്രസ്ഥാനം നഷ്ടപ്പെട്ടതും ഒക്കെ ഹൈ ഡിപ്രഷനാണ്. പിന്നെ പണ്ട് മുതലേ ഇങ്ങോട്ട് വിദ്യാഭ്യാസം, നിങ്ങൾക്കറിയാം, വിദ്യാഭ്യാസം മുടങ്ങിയതും അതുമായിട്ടൊരു മാനസികമായി ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാതാകുമ്പോഴത്തേക്കിനും എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ആ ഒരു മുറിവ് കിടക്കുമ്പോൾ തന്നെ നിരന്തരമായ ഉറക്കമൊഴിച്ചിലായിരുന്നു. അന്ന് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നിരന്തരമായ ക്യാമ്പുകൾ, ഉറക്കമൊഴിച്ചിൽ, അതിൻ്റെ കൂടെ ചെറിയ വിഷമങ്ങൾ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ ജോബ്, പന്തലിൻ്റെ ഒരു പ്രസ്ഥാനം ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് നല്ല വരുമാനമായിരുന്നു. കാര്യം ഈ പടമൊക്കെ തുടങ്ങുന്നതിന് ഏകദേശം ഒരു 4-5 കൊല്ലം മുമ്പെയാണ് ഈ പന്തലിൻ്റെ പരിപാടി. അപ്പോൾ അതൊക്കെ തുടങ്ങുമ്പോൾ ഏകദേശം 10,000 20,000 രൂപ 25,000 രൂപ ഒക്കെ വെച്ചാൽ 1-2 ദിവസം കൊണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കാര്യം നമ്മുടെ കൂടെ ഒരു ജോലിക്കാരുണ്ട്, ആ ജോലിക്കാരനും കുടുംബം കഴിയുകയും ചെയ്യും. അപ്പോൾ അന്നൊരു മുതലാളിയായിരുന്നു. പിന്നീട് കോവിഡ് വന്നപ്പോഴാണ് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ആ ട്രൂപ്പ് തകർന്നു. അതിനുശേഷം പന്തൽ പണി, ഈ വീടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് പന്തൽ പണിയും കൊടുത്തു, ക്യാഷ് മേടിച്ചു. അപ്പോൾ ഇതൊക്കെ മനസ്സിലേക്കുന്ന മുറിവുകളാണ്. അപ്പോൾ ഒരു പുരുഷന് ഇപ്പോൾ കൂടുതലായിട്ടും നമുക്ക് കണ്ടുവരുന്നതാണ് അറ്റാക്ക് എന്ന് പറയുന്നത് പുരുഷന്മാർക്കാണ്. കാര്യം ഹൈ ഡിപ്രഷനുള്ള ജോലികളും ജീവിത ഭാരങ്ങളും വിഷമങ്ങളും ഒക്കെ
ഒരു ഗ്രഹനായികയിലുപരി, നായിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ ഇരിക്കുന്നതാണ്, ചിലപ്പോൾ എന്തെങ്കിലും പ്രോപ്പർട്ടി ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീസുകളില്ല, അല്ലെങ്കിൽ വീടിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവുമെങ്കിലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലൊരു ഉപ്പില്ല എങ്കിലും ഒരു മുളകില്ല എങ്കിലും തീർച്ചയായിട്ടും ഗ്രഹനാഥനാണ് വിഷമം. ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ജോലി ഭാഗത്തുണ്ടാകുന്ന എന്തെങ്കിലും വിഷമം, ബുദ്ധിമുട്ടുകൾ അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ വീട് വെച്ചതിന്റെ കടമാണെങ്കിലും ഡെലിവറിയുടെ കടമാണെങ്കിലും ഒരു വണ്ടി ഉണ്ടെങ്കിലും അതിന് ടാക്സ്, ഇൻഷുറൻസ്, ടെസ്റ്റ് അങ്ങനെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ 4 സൈഡിൽ നിന്നും ഒരു പുരുഷന് ഈ അറ്റാക്കുകൾ ഉണ്ടാവാനുള്ള, സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണം അവരുടെ ജോലിയുടെ സ്ട്രഗിളാണ്. അതായത് ഒന്ന് മാനസികമായ എന്നും നിരന്തരമായ വിഷമങ്ങൾ. പിന്നെ ചിലർക്ക് ഈ കൊളസ്ട്രോൾ കൂടിയിട്ടൊക്കെ അത്യാവശ്യം കുഴപ്പമുള്ള കണ്ടതും കടച്ചാണിയൊക്കെ വലിച്ചു വാരി തിന്നിട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അമിതമായ സ്മോക്ക് കൊണ്ട് അറ്റാക്ക് വരുന്ന ആൾക്കാരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കോളനി മൂവിയുടെ കണ്ണമായിൽ വെച്ചിട്ടുള്ള ഷൂട്ടിന്റെ ബാക്കപ്പ് ദിവസം എനിക്കൊരു അസ്വസ്ഥത വന്നായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ അത് ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്നൊരു നെഞ്ചിടിപ്പും കാര്യം അത്രയും ഹൈ ഡിപ്രഷൻ ആയിരുന്നു അന്നൊക്കെ. കാര്യം ആ കോളനി മൂവി തീർക്കാനും ബാക്കിയുള്ളവരെല്ലാം കുറച്ച് പിണക്കങ്ങളും ഒക്കെ കാണിച്ച് മാറി നിന്നപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കോളനി മൂവിയിൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. കാര്യം കോളനി മൂവി എല്ലാവരും അഭിനയിച്ച് വീട്ടിൽ പോയെങ്കിലും ഈ കോളനി മൂവി ഇന്നും ഇറങ്ങില്ലായിരുന്നു. നമുക്ക് അത്യാവശ്യമെങ്കിലും ഒരു എഡിറ്റിംഗ് അറിയാവുന്നതിന്റെ പേരിൽ ഇത്രയും നാൾ കണ്ടും കേട്ടുമൊക്കെ നിന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ കോളനി മൂവി വീണ്ടും ഒരു 10-15 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപയെങ്കിലും മിനിമം ഇല്ലാതെ കോളനി മൂവി പുറം ലോകം കാണില്ലായിരുന്നു. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അത്യാവശ്യം എഡിറ്റിങ്ങിനകത്തോട്ട് തിരിഞ്ഞത്. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ്സല്ല. കാര്യം ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ നമ്മുടെ മുന്നിൽ കൂടി പോകുമ്പോൾ ഒരു സിനിമയുടെ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ 4, 5, 6 ട്രാക്കുകളായിരിക്കും. ഒരു ഓഡിയോ ട്രാക്ക്, ഒരു BG ട്രാക്ക്, ഒരു ഡബ്ബിംഗ് ട്രാക്ക്, ഒരു മ്യൂസിക്, അല്ലാതെ അങ്ങനെ പറയുന്ന ഓഡിയോ സെക്ഷൻ തന്നെ 4, 5 സെക്ഷനുകൾ പലപ്പോഴും കാണും. അതേപോലെ തന്നെ അതിൻ്റെ വീഡിയോയുടെ ടൈം ലൈൻ തന്നെ 3 ലൈൻ കാണും. പിന്നീട് പിന്നെ കളറിൻ്റെ സംഗതികളും അതേപോലെ തന്നെ ടൈറ്റിലും ഒക്കെ ആയിട്ട് ഒരു 8, 9, 10 സെക്ഷൻ വരെയും ഒരു സെക്കൻഡിൽ 10 ഫ്രെയിമുകളാണ് നമ്മുടെ കണ്ണിന് മുന്നിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് പോലും നമ്മുടെ കണ്ണ് തെറ്റാതാണ് ഓരോ കാര്യങ്ങളും വീക്ഷിച്ചിട്ടാണ് 1.5 മണിക്കൂറുള്ള സിനിമ ചെയ്യുന്നത്. ഈ 1.5 മണിക്കൂറുള്ള സിനിമ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ തന്നെ ആദ്യം ഹാർഡ് ഡിസ്കിനകത്തോട്ട് ഇത് കോപ്പി ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ 1, 2, 3 ദിവസങ്ങൾ എടുത്തേക്കാം. കോപ്പി ഇടാൻ തന്നെ, അതായത് കൺവേർഷൻ ചെയ്തു, അതിനെ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്തു, അതിനുശേഷം ഈ സാധനം റഫ് ചെയ്തു. റഫാണ് ഒരു സിനിമയുടെ ആദ്യ ഘടകം, റഫാണ്, റഫ് കട്ട് ചെയ്യുകയാണ്. റഫ് ചെയ്തതിനു ശേഷം അതിന്റെ കോപ്പികളൊക്കെ എടുത്തിട്ടാണ് അത്യാവശ്യം നമുക്ക് ഡബിങ്ങിലും BGയും ഫോളിയിലും ഒക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും റഫ് ചെയ്ത സാധനം ഒന്ന് ഫൈനലാക്കും കേട്ടോ. ആദ്യം ഒന്ന് റഫ് ചെയ്തിട്ട് പിന്നെ അതിനെ ഫൈനലാക്കും. അപ്പോൾ അതിനുശേഷം ഈ ഓഡിയോയുടെയും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് ഇതിനെ ലോക്കിംഗ് സെക്ഷൻ ആക്കുന്നതും റിവ്യൂ നടത്തുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു സിനിമയുടെ 1.5 മണിക്കൂറുള്ള ഒരു ഔട്ട് അടിക്കണമെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മിനിമം. അപ്പം 1 മുതൽ 98 ആകുമ്പോൾ ഒന്നേ എററാവും, അതല്ലെങ്കിൽ ഔട്ട് അടിച്ച് നമ്മൾ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് BG, ഫോളി, അല്ലെങ്കിൽ മ്യൂസിക്, അല്ലെങ്കിൽ ഡബ്ബിങ്, ഹലോ എന്ന് പറയുന്നത് ചിലപ്പോൾ മാറിക്കിടക്കും. വീണ്ടും നമ്മൾ സോഫ്റ്റ്വെയറിനകത്തോട്ട് തിരിച്ചു വന്നിട്ട് അതിനെ അലൈൻ ചെയ്ത് കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഔട്ട് അടിക്കുക. ഈ ഔട്ട് അടിച്ച് നമ്മൾ പുറത്തിട്ടിട്ട് വീണ്ടും നമ്മളൊന്ന് വീക്ഷിക്കുകയാണ്. കാര്യം ആദ്യം മുതൽ 1.5 മണിക്കൂർ വീണ്ടും അത് ഫുള്ള് ഒരു ലൈൻ പോലും തെറ്റാതെ എല്ലാം വീക്ഷിച്ച് ഇങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം അതുകൊണ്ട് അതിന്റെ ഒരു സിനിമയുടെ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 3 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ഫിലിമിന് വാങ്ങുന്ന എഡിറ്റിങ്ങിന്റെ പൈസ. ഗ്രേഡിംഗ് ഉണ്ട്, അതിനകത്ത് VFX ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ഓഡിയോ സെക്ഷൻ വേറെയും. അപ്പം അതുകൊണ്ട് അത്രയും വലിയൊരു ഭാരിച്ച ചുമതലയാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 4, 5 സ്റ്റുഡിയോകളിൽ, അതായത് ഡബ്ബിംഗ് ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോളി വേറൊരു സെക്ഷൻ ചെയ്യും, പിന്നീട് എൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറൊരു ടീം ചെയ്യും, ഇതെല്ലാം കൂടെ പിന്നീട് മിക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് ഫൈനൽ എഡിറ്റിംഗിലുള്ളത്. പക്ഷേ എനിക്ക് റഫ് കട്ട് മുതൽ ഇത് റഫ് ചെയ്യുക, ഈ ഫയൽ കൊണ്ടുപോയിട്ട് ഡബ് ചെയ്യുക, ആ ഡബ് ചെയ്യുന്ന ഫയൽ കൊണ്ടുവന്നിട്ട് ഇത് മിക്സ് ചെയ്യുക, അതിന് ശേഷം BG ചെയ്യുക. അപ്പോൾ ഓഡിയോയുടെ ഒരു സെക്ഷൻ തന്നെ എനിക്ക് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള സാധനം നെറ്റിൽ കയറിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നെറ്റിൽ കയറി എടുത്തു കഴിഞ്ഞാൽ ഈ 1.5 മണിക്കൂറുള്ള മൂവിയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ 1, 2, 3 സെക്കൻഡ് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ ഈ 1.5 മണിക്കൂർ നമ്മൾ ഇട്ടേക്കുന്ന സാധനത്തിന് പൈസ കിട്ടത്തില്ല. ഒരു സെക്കൻഡ് സാധനം മതി. അപ്പോൾ ആ ഒരു സെക്കൻഡ്, 1.5 മണിക്കൂറുള്ള മൂവിയിൽ ഒരു സെക്കൻഡ് പോലും കോപ്പിറൈറ്റ് ഇല്ലാത്തതും, രണ്ടാമത് ഇത് നമ്മുടെ സീനുമായിട്ട് സിങ്ക് ആവുന്നതുമായ സാധനം വേണം. അപ്പോൾ അങ്ങനെ 100 കണക്കിന് സാധനങ്ങൾ സെർച്ച് ചെയ്ത് നമ്മുടെ നെറ്റിനകത്തിരിക്കുന്നു. നെറ്റ് ചാർജ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അത് സിങ്ക് ആവുമെന്ന് നോക്കുന്നു. അപ്പോൾ ഇത് സെർച്ച് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ അതും ഒരു വലിയ സ്ട്രഗിളാണ്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു BG, ഫോളി, പിന്നെ ഡബ്ബിങ്, ഇത് ഇത്രയും കൂടെ ചെയ്യണം. ഒരു ഓഡിയോ സെക്ഷൻ മാത്രം ഈ 3 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മിനിമം എനിക്ക് തോന്നുന്നു ഒരു നോർമൽ സിനിമയ്ക്കാണെങ്കിലും ഒരു 2.5 ലക്ഷം രൂപയോളം ഒക്കെ ആവുന്നുണ്ട്. കാര്യം പലരും BGM എന്ന് പറഞ്ഞാൽ ഓരോ പോർഷൻസും നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് വായിച്ചെടുക്കണം. സ്റ്റുഡിയോയിൽ അത് വായിച്ച് തന്നെ എടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫേസ്ബുക്കിനകത്ത് ഇടാം, യൂട്യൂബിലിടാം, കോപ്പിറൈറ്റ് വരത്തില്ല.
പക്ഷേ വേറൊരാളുടെ കണ്ടന്റ് നമ്മൾ ലൈസൻസ് ഇല്ലാതെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും കോപ്പിറൈറ്റ് അടിക്കും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാധനം കണ്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ താളത്തിലും ആ ഒരു ഏത് മോഡാണ്, ഇമോഷണൽ ആണോ, ഫണ്ണി ആണോ, ആക്ഷൻ സീക്വൻസ് ആണോ, ഇനി റൊമാൻസ് ആണോ, ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് വായിച്ചെടുക്കുന്നത്. പക്ഷേ ഇത് മറ്റേതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷണൽ സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ബിജിഎം കൊടുക്കും. അപ്പോൾ അതിനകത്ത് കുറേ സാധനം വരും. അതിനകത്തുനിന്ന് 10 എണ്ണം പിടിച്ചിട്ട് ഇതിനകത്തുനിന്ന് സെറ്റ് ആവുന്ന ഏതെങ്കിലും പിടിച്ചിടും. അങ്ങനെയൊക്കെയാണ് നെറ്റിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോളി ആയാലും ബിജി ആയാലും ബാക്കിയുള്ള എന്ത് സംഭവമാണെങ്കിലും ഞാൻ നെറ്റിനകത്തുനിന്നാണ് കോളനി മൂവിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ ഡബ്ബിംഗ് മാത്രം ഞാൻ അന്നന്നുള്ള സംഭവം അന്നന്ന് തന്നെ വന്നിട്ട് ഞാൻ അതിനെ അടിച്ച് പേസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ ഡിസ്റ്റർബൻസ് ഉണ്ട്. അതായത് പകലൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കുഞ്ഞുങ്ങൾ വന്നു, അല്ലെങ്കിൽ വൈഫ് എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും ചെറിയ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ അവരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഒരു 10 മണി മുതലേ വെളുപ്പാങ്കാലം ഏകദേശം ഒരു 8 മണി 9 മണി വരെയും രാവിലെ 9 മണി വരെയും ഇതേ ഇരിപ്പാണ്. അതായത് നിങ്ങൾ ഈ ഇരിക്കുന്ന രീതിയിൽ തന്നെ ഒരു കൊച്ചു മോണിറ്ററാണ് എനിക്കുള്ളത്. കൊച്ചു മോണിറ്റർ അല്ല, ഒരു കൊച്ചു ലാപ്പാണ്. സാധാരണ ഒരു എഡിറ്റിംഗ് തിയേറ്ററിൽ വലിയൊരു മോണിറ്റർ തൊട്ടപ്പുറത്ത് കാണും, അതല്ലെങ്കിൽ ഒരു പ്രൊജക്ടർ കാണും, അങ്ങനെയൊക്കെയുള്ള സ്റ്റുഡിയോയിൽ. പക്ഷേ എനിക്ക് ഇതൊന്നുമില്ല, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ കൊച്ചു ലാപ്ടോപ്പ് മാത്രമാണ്. i7 പ്രോസസ്സറാണ്, മാക് ആണ്, FCP ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു 3/4 ഭാഗത്തോളം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ഇത്രയും ഫുട്ടേജുകളായപ്പോഴത്തേക്കും അതിന് വലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെയും അതിന് ഔട്ട് എടുത്തെന്നുള്ളതാണ് ഞാൻ. ഏകദേശം ഈ 1.5 മാസം ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ചിട്ട് ഞാൻ പലപ്പോഴും രാത്രിയിൽ നിരന്തരമായി 1.5 മാസം അടുപ്പിച്ച് ഞാൻ ഉറക്കം നിൽക്കുകയാണ്. അപ്പോൾ ഉറക്കം നിൽക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഏറ്റവും വലിയ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള മെയിൻ കാരണം അത്യാവശ്യം ഉറക്കം നിൽക്കുക, ടെൻഷൻ അടിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തതാണ് ഫുഡിൻ്റെ പ്രശ്നങ്ങൾ, സ്മോക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന 3, 4മാണ്. പക്ഷേ ഒരു മനുഷ്യനെ നിത്യം രോഗിയാക്കുന്നത് അവൻ്റെ ഹൈ ഡിപ്രഷനാണ്. ഡിപ്രഷനുള്ള ജോലികൾ എടുത്ത് തലയിൽ വെക്കുക, ടെൻഷൻ അടിക്കുക, അതേപോലെ തന്നെ മനസ്സിന് സ്വസ്ഥതയില്ലാതെ നടക്കുക. പിന്നീട് ഈ ഉറക്കം അൺബാലൻസ്ഡ് ആക്കും നമ്മളെ. കാര്യം നമുക്ക് ചിന്തിച്ചാൽ അറിയാം. കാര്യം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ തന്നിട്ടുള്ള ഒരു ടൈമാണ് നൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നൈറ്റ് പകൽ മുഴുവൻ ഒരു വണ്ടി ഓടി രാത്രിയിലും വണ്ടി ഓടുമ്പോൾ അതിൻ്റെ റേഡിയേറ്റർ ഹീറ്റ് ആവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എവിടെയെങ്കിലും മാറ്റി തണുപ്പിക്കാനാണ്, ഇല്ലേ? കാര്യം ഇനി അങ്ങോട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാര്യം പൊട്ടിത്തെറിച്ച് പോകും. അപ്പോൾ അതേ രീതിയിലാണ് 1.5 മാസത്തോളം കണ്ടിന്യൂസ് നൈറ്റിൽ ഞാൻ ഉറക്കമൊഴിഞ്ഞു. ഉറക്കമൊഴിയുന്നതിലുപരി ആ കൊച്ചു മോണിറ്ററിലേക്ക് ഒരു സെക്കൻഡ് പോലും വിട്ടു പോകാത്ത രീതിയിലാണ് ടൈം ലൈൻ മുന്നിൽ കൂടെ പോകുമ്പോൾ, അതും ഇത്രയും ട്രാക്ക്, ഏകദേശം ഒരു 8 ട്രാക്കോളം ഉണ്ട് കോളനി മൂവിയുടെ. ആ 8 ട്രാക്കും ഒരു സെക്കൻഡ് പോലും കണ്ണ് വെട്ടാതാണ് മുന്നിൽ കൂടെ. അപ്പോൾ അത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും അതിനുശേഷം അങ്ങോട്ട് എപ്പോൾ ഒരു ശകലം ഗ്യാപ്പ് കിട്ടിയാലും ഞാൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകും. കാരണം എറണാകുളം വരെയൊക്കെ ഞാൻ വണ്ടി സ്ഥിരം ഓടിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് എനിക്ക് ഒരു അരമണിക്കൂർ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരിക, സിസ്റ്റത്തിന് മുന്നിൽ ചെന്നിരിക്കുമ്പോൾ തന്നെ ആ സമയം തന്നെ ഉറങ്ങുക എന്നുള്ളൊരു കണ്ടീഷൻസ് ആയി. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഞാൻ അത്യാവശ്യം വലിയ മദ്യപാനിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ലഹരി പദാർത്ഥങ്ങൾ അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കില്ല. എന്നാൽ 6ാം ക്ലാസ് വെച്ചിട്ട് ഷംപൂ ഇട്ട് തുടങ്ങിയ ഒരു ടീമായിരുന്നു ഞാൻ. അത് എൻ്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ കലാലയത്തിൽ വെച്ചിട്ടുള്ള അത് എന്തിനു വേണ്ടി ഇട്ടു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സ്മോക്ക് ചെയ്യും. കാര്യം ഈ 12 പരിപാടിയൊക്കെ ഉള്ളപ്പോൾ ടെൻഷൻ ആവുന്നതിൻ്റെ പേരിൽ വേറെ ഭക്ഷണമൊന്നുമില്ല. ഇത് സ്മോക്ക് ചെയ്യുക, രാത്രി ഉറക്കമൊഴിയുക. ഈ പ്രോഗ്രാം ലൈറ്റ് എഞ്ചിനീയറിംഗിന് പോകുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഈ ലൈറ്റിങ്ങിന് പോകുമ്പോഴും ഉറക്കമൊഴിച്ചിലാണ്. ലൈഫിൽ 12 മണിക്ക് പോയപ്പോഴും ഉറക്കമൊഴിച്ചിലാണ്. ഇപ്പോൾ സിനിമയ്ക്ക് വന്നപ്പോഴും കോളനി മൂവിയുടെ എഡിറ്റിങ്ങുമായിട്ട് ഉറക്കമൊഴിച്ചിലാണ്. ഈ കോളനി മൂവിയുടെ സാമ്പത്തികവും മാനസികമായ ഒരു ടെൻഷൻ എനിക്ക് കിടപ്പുണ്ട്. ഔഡി പ്ലസിലെ കുറച്ച് വിഷമങ്ങൾ എനിക്ക് കിടപ്പുണ്ട്. പിന്നെ പിതാവ് മരണപ്പെട്ടതിൻ്റെ കുറേ ടെൻഷൻസ് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ജോലി നഷ്ടപ്പെട്ട, കോവിഡിൽ നഷ്ടപ്പെട്ട ഒരുപാട് പ്രശ്നം കിടപ്പുണ്ട്. വീടിൻ്റെ ലോൺ നമ്മുടെ ജോബിന് വേണ്ടിയിട്ടൊക്കെ തന്നെ കൊണ്ടുവച്ച പ്രമാണത്തിൻ്റെ അടവ് തെറ്റിയതിൻ്റെ ടെൻഷൻ കിടപ്പുണ്ട്. പിന്നീട് നമുക്ക് ഒരു വീട് വെച്ചതിൻ്റെ കുറേ ബാധ്യതകൾ കിടക്കും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ചുറ്റിനും ഒരു 50 കയറിട്ട് വലിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ. അപ്പോൾ അത്രയും വലിയ ഹൈ ഡിപ്രഷൻ ആയതിൻ്റെ പേരിൽ കുറച്ച് നാൾ കൊണ്ട് ഞാൻ ഈ വീഡിയോ പെട്ടെന്നാക്കിയതാണ്. ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക, ഓപ്പണായിട്ട്. പല ആൾക്കാരും ഞാനിത് പറയുന്നത് മാക്സിമം നിങ്ങൾ ടെൻഷൻ പിടിച്ച് വെക്കാതിരിക്കുക. നമ്മുടെ ലൈഫിലെ കൊന്നുകളയുന്ന, നമ്മുടെ കുറേ ജീവിതം ജീവിച്ച് തീർക്കാനുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ കൊന്നുകളയുന്നത് അമിതമായ ഭക്ഷണങ്ങളുണ്ട്, അമിതമായ സ്മോക്കിങ്ങുകളുണ്ട്, പിന്നീട് അമിതമായ ടെൻഷൻസ്, ഉറക്കമൊഴിച്ചിൽ. ഈ 4-5 കാര്യങ്ങളാണ് മെയിനായിട്ടും ഒരു മനുഷ്യനെ ഇല്ലാതാക്കി കളയുന്നത്. അതായത് അവൻ്റെ ലൈഫേ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ആരോഗ്യത്തിലെ ഏറ്റവും വലിയ ഗുരുതരമായ ഈ 4-5 പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ അതിനകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്. കാര്യം ഈ പറഞ്ഞ എല്ലാ രീതിയിലും, അതായത് ഭക്ഷണം കഴിപ്പ് ചിലപ്പോഴൊക്കെ ഉള്ളായിരുന്നു. എന്നാലും പണിയൊക്കെ 12 മണിയൊക്കെ ഉള്ളപ്പോൾ ഒരു നേരം ആഹാരം കഴിക്കുള്ളെങ്കിലും അന്ന് കാര്യമായിട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും എനിക്കുള്ളതിൻ്റെ പേരിൽ എനിക്കറിയാം എനിക്കെന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. കാര്യം ഈ കോളനി മൂവിയിൽ ഉറക്കമൊഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് കൈയൊക്കെ പെരുത്ത് ഒരു സൈഡിലോട്ട് അറിയാതെ മൗസിനകത്ത് കൈവച്ചുകൊണ്ട് ഉറങ്ങിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മറിയാറുണ്ടായിരുന്നു. മറിഞ്ഞ് ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകാറുണ്ടായിരുന്നു. പിന്നീട് ചിലപ്പോൾ കൈ വെച്ചുകൊണ്ട് ആ കോളനി മൂവിയുടെ മൗസ് പാഡിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഉറങ്ങും. പിന്നെ ഉറക്കം ഒന്ന് ഞെട്ടി ഉണരുമ്പോൾ നമ്മുടെ കോളനി മൂവിയുടെ ആ ഒരു കീപാഡിൽ കൈയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ 1.5 മാസമൊക്കെ ഒരു മനുഷ്യൻ ഉറക്കം കഴിഞ്ഞാൽ പോട്ടെ, ഒരു 10, 15 ദിവസം ഉറക്കം കഴിഞ്ഞാലും ചിലപ്പോൾ തട്ടിപ്പോവും. എന്തായാലും കൊളോണി മൂവിയൊക്കെ ഒന്ന് പൂർണ്ണമായി. എനിക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾ എൻ്റെ തലയിലൊരു ഭാരമായിരുന്നു. അത് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും ഞാനത് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു റിലാക്സ് ആയത്. കാര്യം ഇനി മോശമോ നല്ലതോ എന്തോ ആയിക്കോട്ടെ, വലിയ എമൗണ്ടുകളൊന്നുമില്ല, ചെറിയ തുച്ഛമായ എമൗണ്ടുകൾ. ഒരു മൂവിയെ സംബന്ധിച്ചിടത്തോളം 50ഉം 1 CR ഒക്കെയാണ് മിനിമം. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരു ചെറിയ ഒരു 10-25 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആയിരുന്നു അത്. അപ്പോൾ അതെന്തായാലും പല ആൾക്കാരും കണ്ടിട്ടില്ല. പക്ഷേ സിനിമയെ അറിയുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ സിനിമയെക്കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. വലിയ വലിയ എമൗണ്ടുകൾ എടുത്ത് നിങ്ങൾ പലർക്കും വിട്ടുകൊടുക്കുമ്പോൾ അവസാനം വലിയ ഒരു വിഷമത്തിലേക്ക് ചെന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സിനിമാറ്റോഗ്രാഫി, നിങ്ങൾ കാസ്റ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ ഫണ്ട്, ഇതൊക്കെ തന്നെയും വളരെ കൃത്യനിഷ്ഠമായി 100ൽ 101% ഉറപ്പും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിലേ ഇതിനൊക്കെ ഇറങ്ങാവുള്ളൂ എന്ന ഒരു മോട്ടിവേഷൻ കൂടി എനിക്ക് പറയാനുണ്ട്. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലെ കൊലയാളിയായിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ എനിക്ക് അടയാളങ്ങൾ കുറേ നാളുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും കുറച്ച് കയറ്റം കയറിയാലോ ഒന്ന് ഓടിയാലോ വല്ലാത്ത നെഞ്ചിന് ഇടിപ്പുകൾ കൂടുന്നുണ്ട്. ഭയങ്കര ഇടിപ്പാണ്. അതൊരു വല്ലാത്ത പ്രോസസ്സിലേക്ക് എത്തും. പിന്നീട് തല കറങ്ങി എവിടെയെങ്കിലും ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതായത് ഓവർ സ്ട്രെയിൻ നമ്മൾ ശരീരം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഒരു വിഷയം വരുന്നത്, പലപ്പോഴും ഉറക്കത്തിൽ കയ്യോ കാലോ അങ്ങനെയുള്ള ഭാഗങ്ങൾ തരിച്ചു പോകുക, അതായത് മരവിച്ചു പോകുക, ബ്ലഡ് ഓട്ടം നിലച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്ക് തുമ്മാൻ, അതായത് നമ്മളൊന്ന് തുമ്മാൻ പോകുമ്പോൾ ആ തുമ്മുമ്പോൾ ശ്വാസം 2-3 പ്രാവശ്യം നിലച്ചിട്ടുണ്ട്. പിന്നെ ഉറക്കത്തിൽ തന്നെ 2-3-4 പ്രാവശ്യം നമ്മൾ സ്റ്റക്കായി, അതായത് നമ്മൾ ശ്വസിച്ചുകൊണ്ട് കിടക്കുന്നു, പെട്ടെന്ന് നമ്മുടെ ഹൃദയം സ്റ്റക്കായ രീതിയിലൊന്ന് സ്റ്റക്കാവുന്നു. അതിനുശേഷം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് അല്ലെങ്കിൽ ഞെട്ടിത്തരിച്ച് മാക്സിമം റിയൽ ലൈഫിലേക്ക് വരുന്നു എന്നുള്ള ഈ സംഭവം. അപ്പോൾ അങ്ങനെ പലപ്പോഴും നമുക്ക് ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ട് ചിലപ്പോൾ ഇറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലെ അങ്ങനെ 4-5 അടയാളങ്ങൾ നമുക്ക് മുന്നിൽ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിയ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ വലിയ ചെക്കപ്പിനൊന്നും പോയിട്ടില്ല. പോകുമ്പോൾ ഡയറക്റ്റ് അങ്ങ് പോകും. അല്ലാതെ നമ്മൾ കൊണ്ടുപോയി പെറ്റിക്കീറാനും ഇനി അതൊരു കടമാക്കാനും അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലേക്ക് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പണിയെടുക്കാറുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷം കൂടി ആഗ്രഹിച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ശ്രമിച്ച പല പണികളുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ എനിക്ക് ഇത്രയും നമ്മുടെ ലൈഫ് കൊടുത്തിട്ടും, ഇത്രയും നാളത്തെ വലിയൊരു ഭാരിച്ച ചുമതലയെടുത്ത് എൻ്റെ തലയിൽ വെച്ച് ഇത്രയും അവസരങ്ങൾ കൊടുത്തിട്ടും നമ്മുടെ കൂടെ ആരുമില്ല. കാരണം ബാക്കിയുള്ള നമ്മുടെ സെറ്റിൽ വന്ന് പരിചയപ്പെട്ട എല്ലാ ടീംസിൻ്റെയും കൂടെ എല്ലാവരും ഉണ്ട്. പരസ്പരം അറിയാത്തവർ തമ്മിൽ ഞാൻ കാരണം അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്ഷൻ കാരണം, എൻ്റെ സിനിമ കാരണം ഒരു കമ്പനിയായി അവർ ഭയങ്കര സുഹൃത്തുക്കളായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നാഥനെ ഒരു ശത്രുവായി കണ്ടിട്ട് പല ആൾക്കാരും പോയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സിന് ചെറിയ വിഷമങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും പണ്ട് മുതലേ ഇതൊക്കെ കണ്ടതിൻ്റെ പേരിൽ നമ്മളതങ്ങ് വിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യം അവർക്ക് അറിയില്ല എന്താണ് സിനിമ, എന്താണ് സത്യാവസ്ഥ, അത് എന്താണെന്ന് അവർക്ക് അറിയാത്തതിൻ്റെ പേരിൽ അവരങ്ങനെ ചിന്തിച്ച് പോകുന്നതാണ്. അപ്പോൾ അതൊരു ഷോർട്ട് ഫിലിമോ ഒരു സിനിമയൊക്കെ ചെയ്യാൻ, സ്വയമായിട്ട് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ സീരിയസ് മനസ്സിലാവുന്നതും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സിനിമാ മോഹികളുണ്ട്, സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നത്തെ സിനിമ ചെയ്യുന്ന മിക്കവാറുള്ള ടീംസൊക്കെ അത്യാവശ്യം, ഞാൻ തുറന്നങ്ങ് പറയാം, അത്യാവശ്യം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇട്ടിട്ടുണ്ട്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതൊരു ബിസിനസ് ആക്കുന്നുണ്ട്. കാര്യം പല ആൾക്കാരെയും ഫണ്ട് വാങ്ങി ഏതെങ്കിലും സ്ഥാപനം തുറന്നിട്ട് അവനെ ഏതെങ്കിലും പൊട്ടപ്പടത്തിനകത്ത് ഏതെങ്കിലും കൊണ്ടുവന്ന് തല കാണിച്ചിട്ട് ലക്ഷങ്ങൾ വാങ്ങി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ചാലേ സിനിമക്കാരനാവൂ എന്നുള്ള ഒരു സംഭവമാണ്. പക്ഷേ അങ്ങനെ 3 ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുത്ത് പഠിച്ചിറങ്ങുന്ന പല ആൾക്കാർക്കും എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം പോലും കാണില്ല. എൻ്റെ മുഖം പിടിച്ച് തറയിലിട്ട് ഉരച്ചാൽ പോലും അവന് എക്സ്പ്രഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് കുറേ ടെക്നീഷ്യന്മാർ ഇറങ്ങി അവർ എക്സ്പീരിയൻസ് നേടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കളിയാക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. തീർച്ചയായിട്ടും സിനിമ ഒരു ഇൻഡസ്ട്രിയിലും പഠിച്ചിട്ടല്ല ഇറങ്ങിയത്. കാര്യം അമ്മേറിയാൻ എന്ന് പറയുന്ന സിനിമ, പതീർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമ, ഇതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഓരോ കാലത്തിനും അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതിലപ്പുറം മറ്റൊന്നുമില്ല. ഞാൻ പഠിച്ച ഒരു സിനിമ എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി വിത്ത് ആക്ടിങ് വിത്ത് മേക്കിംഗ് ആണ്. നല്ലൊരു സ്റ്റോറി ഉണ്ടാവുക, അത് നന്നായിട്ട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ക്രൂസ്, ബാക്കി എല്ലാ ക്രൂസും അത്യാവശ്യം BG, ഫോളി, എഡിറ്റിംഗ്, അങ്ങനെ എല്ലാ ക്രൂസിനകത്ത് മേക്കിംഗ് വിടും. പിന്നീട് വിത്ത് ആക്ടിങ്, സ്റ്റോറി വിത്ത് ആക്ടിങ്, ചിലവുള്ള കാര്യമാണ് മേക്കിംഗ്. ആ മേക്കിംഗ് നന്നാവണമെങ്കിൽ തീർച്ചയായിട്ടും പണം വേണം. അപ്പോൾ സ്റ്റോറി വിത്ത് ആക്ടിങ് വിത്ത് മേക്കിംഗ് ഒരു ഫുൾ മൂവിയാണ്. ആ മൂവി ആ രീതിയിൽ നമുക്ക് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ വിജയിക്കും. കാര്യം സ്റ്റോറി ആൾക്കാർ ഇഷ്ടപ്പെടും, ആക്ടറിനെ ആൾക്കാർ ഇഷ്ടപ്പെടും, മേക്കിങ്ങിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പിന്നെ എങ്ങനെയാണ് ഒരു സിനിമ പരാജയമാവുന്നത്? അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പിഴച്ചാൽ ബിരിയാണിക്ക് ഉപ്പില്ലാത്ത പോലെയും പായസത്തിന് മധുരമില്ലാത്ത രീതിയിലുമായി പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്ത് തന്നെ ആയാലും കോളനി മൂവിയുടെ അവസാന ഘട്ടങ്ങളായിരുന്നു പറഞ്ഞതൊക്കെ. എൻ്റെ ജീവൻ്റെ വിലയുണ്ട് എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. കാര്യം ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരു നിമിഷമാണ് എനിക്കുള്ളത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വാണിങ്ങുകൾ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ പറയാനും എൻ്റെ മൂവിയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മൂന്നാമത്തെ ഒരു മൂവിയും കൂടെ ഉണ്ട്. കാരണം കോളനി മൂവി ഇത്രയൊക്കെ കടവായി പൊട്ടിയിരുന്നിട്ടും, പൊട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല, ബിസിനസ് നടന്നിട്ടില്ല. കുറേ സാമ്പത്തിക പ്രതിസന്ധി കാരണം
അത് പലതും പല വഴിക്കായി പോയി എന്നുള്ളതാണ്. അതിൻ്റെ ക്വാളിറ്റി ലോസ് ആയത് എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം ആയുസ്സ് തന്നാൽ അത്യാവശ്യം നല്ല ഏതെങ്കിലും ഒരു സിനിമ ചെയ്യണം. അതേപോലെ തന്നെ വലിയൊരു ഡയറക്ടർ ആവണം എന്നൊന്നും ആഗ്രഹമില്ല. കാരണം അത്യാവശ്യം ഏതെങ്കിലും നല്ല 1, 2 പടം ചെയ്ത് എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ച് നടക്കണം എന്ന ആഗ്രഹമാണ്. അത്രയേ ഉള്ളൂ. ഒരു എഡിറ്ററായിട്ടോ ഒരു ക്യാമറാമാനായിട്ടോ തുടരണം എന്ന് മാത്രമേ ഉള്ള ആഗ്രഹം. ഒരു ഡയറക്ടർ ആവണമെന്ന് ഒരിക്കലും ആഗ്രഹമില്ല. കാര്യം ഞാനൊരു ഡയറക്ടർ ആയത് ഞാൻ എപ്പോഴും എടുത്തു പറയുന്നു നമ്മുടെ പുതുമുഖങ്ങളെ സപ്പോർട്ട് ചെയ്യാനും എനിക്കൊരു മൂവി എന്ന് പറയുന്ന ഒരു ലേബിൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഡയറക്ഷൻ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു ഫീൽഡാണ് എനിക്ക് ഡയറക്ടർ. സാറേ എന്ന് ഒരു ആർട്ടിസ്റ്റ് നമ്മളെ വിളിക്കണമെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർക്ക് ഒരു അവസരം കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. ഇത് രണ്ടും കൊടുക്കാത്ത ഒരു ഡയറക്ടർ എന്നും സാറ് മാറ്റി അവിടെ പൂ ചേർക്കും എന്ന് വ്യക്തമായി പഠിച്ച ഒരാളാണ് ഞാൻ. അനുഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ തേടി വരികയും സാറേന്നും അണ്ണാന്നും ഒക്കെ വിളിക്കും. പക്ഷേ അതില്ലാത്ത ഒരു കണ്ടീഷൻ വന്നാൽ ആരും നമുക്ക് തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ള വലിയൊരു പാഠമായിരുന്നു എനിക്ക്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ തകർച്ചയിൽ നമ്മുടെ കൂടെ ആര് നിൽക്കും എന്നുള്ള ഒരു പാഠമായിരുന്നു. അത് പെട്ടെന്നൊന്നും കിട്ടില്ല. കാരണം അത് നമുക്ക് അടുത്തറിയാൻ കഴിയണം. അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കണ്ടെത്താൻ ഒക്കുള്ളൂ. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ നല്ലൊരു പ്രോജക്റ്റ് ഭാവിയിൽ ചെയ്യാൻ ഒക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും നേട്ടം ഉണ്ടായി കഴിയുമ്പോൾ ആ നേട്ടത്തിൽ അറിയാതെ നമ്മുടെ കൂടെ നിന്നിട്ട് വാരിക്കൊണ്ട് പോകുന്നതിലും നല്ലത് അങ്ങനെയുള്ളവരെ മനസ്സിലാക്കി ഒരു വർക്കിൽ കൂട്ടുക എന്നുള്ളതാണ്. എന്നാൽ ഒരുപാട് അബദ്ധം പറ്റിയ പല ആർട്ടിസ്റ്റുകളും നമുക്കുണ്ട്. അവരോടൊന്നും നമുക്ക് വിരോധമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഞാനല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഡയറക്ടർമാരുണ്ട്, നല്ല നല്ല സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ അവസരങ്ങൾ കിട്ടും. ആർട്ടിസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും അവസരം കിട്ടും. പക്ഷേ ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഡ്യൂസറിനെ ഉണ്ടാക്കണം, നല്ലൊരു സ്റ്റോറി ഉണ്ടാക്കണം. അതിൻ്റെ A to Z കാര്യങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ആർട്ടിസ്റ്റിനെ ഇടണം എന്നുള്ള ദൗത്യമാണ്. അപ്പോൾ ഒരുപാട് വലിയ ദൗത്യം വേണം ഒരു ഡയറക്ടറിന് ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ. പക്ഷേ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഏതെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ഒരു അവസരം ചോദിച്ചാലും സുഖമായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടും. സംവിധായകന് നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചായ കൊണ്ട് കൊടുക്കുന്ന ഒരു സീനും ആഗ്രഹത്തിന് വേണ്ടി ചില്ലറ കൊടുത്താൽ അവസരങ്ങൾ കിട്ടുന്ന പല സിനിമാക്കാരുമുണ്ട്, പല മേഖലയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും കോളനിയുടെ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ കോളനിയുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നതിന് മുൻപ് ഒരു 2, 3 ആൾക്കാർ, കാര്യം വിജയൻ മാഷ് എന്ന് പറയുന്ന മുരുക്കുമ്പുഴ ഉള്ള എൻ്റെ പിതാവിൻ്റെ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് വിശദമായി നമുക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ട് തന്നെ വേണം അദ്ദേഹത്തിന് ആ ഒരു കാര്യങ്ങൾ പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ തുടക്കമിട്ട ബക്കർ ബി, അതേപോലെ തന്നെ ബിജു മുനിപ്പാറ, ഫൈസൽ ഇരകാമട്ടാഞ്ചേരി, അങ്ങനെ പറയുന്ന ബെൻഹർ, പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഒരുപാട് ക്രൂസുകളുണ്ട് എനിക്ക്. എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാർ. അപ്പോൾ അവരുടെയൊക്കെ ഈ പറയുന്ന ജെസ്സി ജോസ് എന്ന് പറയുന്ന ആ സ്ത്രീ, അനിത കാസർഗോഡ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഈ കോളനിയുടെ ഈ ഒരു അവസരത്തിൽ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. കാരണം അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് മനാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനിലുപരി ഒരു സിനിമയോടായിരുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്. കാര്യം ആ സിനിമ ഏകദേശം 10, 200 പുതുമുഖങ്ങളായിരുന്നു. ആ പുതുമുഖങ്ങളുടെ ആദ്യ ഒരു സംരംഭമായിരിക്കാം, അവരുടെ ഒരു ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുറച്ച് കഴിവുകളായിരിക്കാം. പിന്നെ ഗിരീഷ് സാർ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹമൊക്കെ കോളനി മൂവിക്ക് വേണ്ടിയിട്ട് ഏകദേശം 4 ദിവസത്തോളം റൂമിൽ കിടന്നു. 4 ദിവസം ഷൂട്ടില്ല. അവസാനം അവരുടെ ഒരു അനുജൻ മരിക്കുന്നു. ആ അനുജൻ മരിച്ചിട്ടും വീട്ടിൽ പോകാൻ പറ്റാത്ത ഷൂട്ടിൻ്റെ ദിവസം വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് പാതിരാത്രിയായപ്പോൾ മഴ പെയ്തു. അതിനുശേഷം ആ ഷൂട്ടും അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത്. എന്തായാലും അനുജൻ്റെ അടക്കത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞോ എന്നെനിക്കറിയില്ല. പക്ഷേ എങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് 2ാമത്തെ ഷെഡ്യൂളിലും അദ്ദേഹം ആ കഥ വായിച്ചതിൻ്റെ പേരിൽ, വർക്കി സാവിത്രി എന്ന് പറയുന്ന ആ ഒരു കഥ വായിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിരുന്നു. എന്തായിരുന്നു കോളനി, എന്താണ് വർക്കി എന്ന്, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിഗംഭീരമായ ഒരു അവസരമായിരുന്നു വർക്കിക്ക് കിട്ടിയത്. അതേപോലെ തന്നെ കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് കിട്ടാനുണ്ട്. അപ്പം ഒരു ആർട്ടിസ്റ്റിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡയറക്ടർ, ഒരു സ്റ്റോറി എഴുതുന്ന ആൾ, അവരുടെ മനസ്സിന് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ, അതായത് അവരുമായിട്ട് അത്രയും ലിങ്ക് ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും കഥാപാത്രം നല്ലത് വന്നാൽ ഡയറക്ടർ, സ്റ്റോറി എഴുതുന്ന ആളുമാണ് ഒരു ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റാക്കി മാറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത്യാവശ്യം ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല കഥാപാത്രം സ്വന്തമായി എഴുതി ഉണ്ടാക്കി ചെയ്യുക. അവസരങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ, അതല്ല എങ്കിൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ ഒരു മടിപ്പുമില്ലാതെ ഒരു സെറ്റിൽ ചെന്നാൽ ഒരു മോശം പറയാൻ നിങ്ങൾ അവരുടെ കൂടെ മിങ്കിൾ ചെയ്ത് നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരു പിച്ചക്കാരൻ്റെ വേഷമാണെങ്കിലും നല്ലതാണ്, നിങ്ങൾക്ക് ആപ്റ്റാവും, നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനം ചെയ്യും എന്നുണ്ടായാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ മിസ് ചെയ്യരുത്. കാര്യം സ്ഫടികം ഒന്നേ ഉള്ളൂ, അത് പിറന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മുടെ ബാഹുബലിയും ഒന്നേ ഉള്ളൂ, അത് ചെയ്യുമ്പോൾ നമ്മൾ കയറണം. അത് തീർന്നിട്ട് അയ്യോ ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ മടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിനിമ ചെയ്യുമ്പോഴേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ആകാശദൂത് വരാനില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നിസ്സാരമായ ഒരു കാര്യമല്ല സിനിമ. ഒരുപാട് മനുഷ്യരുടെ ജീവിതവും സ്വപ്നവും ആരോഗ്യവും വിഷമവും ഒക്കെ നിറഞ്ഞ വലിയൊരു ഭാരിച്ച മേഖലയാണ് സിനിമ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഒരു എഡിറ്റർ എന്ന് പറയുന്ന സംഭവം
ഒരു സിനിമയുടെ പാചകക്കാരനാണ്. അദ്ദേഹം എടുക്കുന്ന സ്ട്രഗിൾ ചെറുതൊന്നുമല്ല. അതുകൊണ്ട് എഡിറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യൻ്റെ ലൈഫിനോളം അല്ലെങ്കിൽ ജീവനിൻ്റെ കുറച്ച് വിലകൾ അതിനകത്തുണ്ട്. കാര്യം സ്റ്റക്കായി ഇരുന്ന് ചെയ്യുന്ന വർക്കാണ്, അനങ്ങാതിരുന്ന് ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് സമയം പോകുന്നത് അറിയില്ല. ബ്ലഡ് ഓട്ടം നിലയ്ക്കുകയും ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ കുറയുകയും കണ്ണിൻ്റെ പ്രശ്നങ്ങളാവുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മോശം ഒരു എഡിറ്റിംഗ് അഭിനയമാണെങ്കിൽ തന്നെയും ഒരു എഡിറ്ററാണ് അത് നന്നാക്കുന്നത്. ഒരു സ്ലോ മോഷൻ കൊടുത്ത് അല്ലെങ്കിൽ ഒരു എഫക്ട്സ് കൊടുത്തൊക്കെ നന്നാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാമറ ചെയ്യുന്നവൻ, എഡിറ്റർ, പിന്നെ സംവിധായകർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ഇത്രയും പേരോടും നിങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ആ സിനിമയ്ക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കാനും മറക്കരുത്. കാരണം ഒരു ആർട്ടിസ്റ്റ് ഞാൻ ഇന്നും കരുതുന്നത് ഒരു സിനിമയുടെ തിരുനാളമാണ് ആർട്ടിസ്റ്റ് എന്നത്. അപ്പോൾ ആ തിരുനാളത്തിന് എന്തെങ്കിലും മാനസികമായ ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശം ചിന്താഗതി നമ്മുടെ മനസ്സിൽ കൂടിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷനെ ബാധിക്കുന്നു, ആ സംവിധായകനെ ബാധിക്കുന്നു, ആ സിനിമയെ ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് അവിടെ ചെന്നിട്ട് നമ്മളെ എന്തിനാണ് ഇവിടെ വിളിച്ചത്, നമ്മൾ അവിടെ ചെല്ലുക, അന്തസ്സായിട്ട് നമ്മുടെ പ്രോജക്റ്റ് നേരത്തെ കൂട്ടിയിട്ട് നമ്മുടെ സ്ക്രിപ്റ്റ് വായിക്കുക, അതിന് വേണ്ട കോസ്റ്റ്യൂം, പിന്നെ അതിനെക്കുറിച്ചൊരു പഠനമാണ്. ഒരു സെറ്റ് ചെല്ലുന്നതിന് മുന്നേ കഥാപാത്രം ഡയറക്ടറിനടുത്ത് ചോദിച്ചത് നിങ്ങളൊരു ഭിക്ഷക്കാരനാണ്, വഴി കൂടെ പോകുമ്പോൾ ഭിക്ഷക്കാരനെ കാണുന്നു, നമ്മളത് മൈൻഡ് ചെയ്യുക, മൈൻഡിലാക്കുക. അതിനുശേഷം അവരുടെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ അതേപോലുള്ള സിനിമകൾ എടുത്ത് കാണാം. നമ്മൾ അവിടെ ചെന്ന സ്ക്രിപ്റ്റ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഏത് മോഡുലേഷനാണ്, അത് ഏത് കോസ്റ്റ്യൂം ആയിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഒരു കഥാപാത്രം കിട്ടിയാൽ. അപ്പോൾ ആ കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്നിട്ട് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാതെ, അത് അന്വേഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്നേ ക്യാമറമാൻ കാണും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ കാണും. നമ്മൾ അവിടെ വിളിച്ചത് നമ്മളെ ആർട്ടിസ്റ്റിനെ അഭിനയിക്കാനാണ്. നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുക. പിന്നെ പറ്റിയാൽ നിങ്ങളൊരു കൂട്ടായ്മയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഫണ്ട് സഹായിച്ചു കൊടുക്കുക. ചിലപ്പോൾ പാചകം ചെയ്യുന്ന കൂട്ടായ്മയിലായിരിക്കും. കോളനിയിലൊക്കെ ഞങ്ങൾ കൂട്ടായ്മയിൽ പാചകം ചെയ്തിട്ടുണ്ട്. കൂട്ടായ്മയിൽ ചെയ്തു കൊടുക്കുക, മാറി നിൽക്കാതെ. അങ്ങനെയാണ് ഒരു സിനിമയുടെ വിജയവും നമ്മുടെ വിജയവും നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു സിനിമ വിജയിച്ചെങ്കിൽ മാത്രമേ നമ്മളെല്ലാവരും രക്ഷപ്പെടൂ. ആ സിനിമ വിജയിക്കണമെങ്കിൽ ഈ പറയുന്ന നമ്മളെല്ലാവരും ഒരു സിനിമയുടെ തിരുനാളമാകാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.